ഇന്ന് നമുക്ക് സദ്യയിലെ ഒരു പ്രധാന വിഭവമായ ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഓലൻ തയ്യാറാക്കാനായിട്ട് ഒരു കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ വിളഞ്ഞത് വേണം എടുക്കാൻ. ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയായതുകൊണ്ട് മുറിച്ചെടുക്കാനും കുറച്ച് പാടാണ്. ഇനി ഇതിൻ്റെ അകത്തെ കുരുവും പുറമേയുള്ള തൊലിയുമൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കാം. ഇനി ഇത് തീരെ ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. മെഷറിംഗ് കപ്പിന് 2 കപ്പ് കുമ്പളങ്ങയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇനി വേണ്ടുന്നത് പയറാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇതിൽ നിന്നും വിളഞ്ഞ പയറൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ഇതേപോലെ വിളഞ്ഞ പയറില്ലെങ്കിൽ വെളുത്ത വൻപയർ വെച്ച് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒട്ടും വിളയാത്ത പയർ ഒഴിച്ച് ബാക്കി മുഴുവൻ പൊളിച്ചിട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. പയർ പൊളിച്ചതും അരിഞ്ഞതും എല്ലാം കൂടി 1/2 കപ്പ് മതിയാകും. കുമ്പളങ്ങയും പയറുമെല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞു. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുമ്പളങ്ങ 2 കപ്പ് ഇടാം. പയർ പൊളിച്ചതും അരിഞ്ഞതും കൂടി 1/2 കപ്പ് ഉണ്ട്. അത് ഇതിലേക്ക് ഇടാം. അധികം എരിയില്ലാത്ത പച്ചമുളക് നടുവേ കീറിയത് 2 കൂടി ഇതിലേക്ക് ഇടാം. 1 തണ്ട് കറിവേപ്പിലയും 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇടാം. തേങ്ങയുടെ 2 പാല് 2 കപ്പ് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 2 കപ്പ് തേങ്ങാപ്പീരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചരച്ച് തേങ്ങയുടെ 1 പാലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അരച്ചാണ് തേങ്ങയുടെ 2 പാൽ എടുത്തിരിക്കുന്നത്. ഇതിനിയൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ തിളയ്ക്കാറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതേപോലെ വേകുന്നിടം വരെയും ഇടയ്ക്ക് ഇളക്കി വെക്കണം. ഇത് വെന്തോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുമ്പളങ്ങയും പയറുമൊക്കെ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലെ വെള്ളം തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു. ഇനി കുമ്പളങ്ങ ചെറുതായിട്ട് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കാം. പയർ ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1 പാല് 1/2 കപ്പ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം 1 പാല് ചേർക്കാൻ. ഓലൻ നല്ല കുറുകിയാണ് ഇരിക്കേണ്ടത്. ഒരുപാട് തേങ്ങാപ്പാൽ ചേർത്താൽ വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ വേണം ചേർക്കാൻ. ഇതിപ്പോൾ 1/2 കപ്പ് മുഴുവൻ ചേർക്കേണ്ടി വരും. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഓലൻ തയ്യാറായി കഴിഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് എരിവോ പുളിയോ ഒന്നുമില്ല. എന്നാൽ തേങ്ങാപ്പാലിൻ്റെയും കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും നല്ലൊരു സ്വാദാണ് ഇതിന്. കുമ്പളങ്ങ ഇല്ലെങ്കിൽ വെള്ളരിക്ക വെച്ച് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല സ്വാദാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും. അതിനുശേഷം നമുക്ക് ഇലയിലേക്ക് വിളമ്പാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.